ആപ്ലിക്കേഷൻസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആപ്ലിക്കേഷൻ്റെ പേര് അഡോബ് പ്രീമിയർ റഷ്യ എന്നാണ്. ഇത് അഡോബ് പ്രീമിയർ പ്രോൻ്റെ മാതിരിയുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അഡോബിൻ്റെ തന്നെയാണിത്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്യാൻ പറയുമ്പോൾ അവർ സൈൻ അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യണോ നമ്മൾ, അല്ലെങ്കിൽ ഗൂഗിൾ വെച്ച് സൈൻ ചെയ്യേണ്ടി വരും. ഇനി ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നിട്ട് ആഡ് മീഡിയ എന്നുണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ടേക്ക് വീഡിയോ ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോ എടുത്തിട്ട് അത് നേരെ എഡിറ്റിംഗ് പേജിലോട്ട് പോകുന്നതാണ്. നോക്കിയാൽ ഇങ്ങനെ വരും. ഇതിൽ നമുക്ക് റഷ് സൗണ്ട് ട്രാക്ക് ഉണ്ട്, സാമ്പിൾ മീഡിയാസ് ഉണ്ട്, ഡ്രോപ്പ് ബോക്സ്, ക്രിയേറ്റീവ് ക്ലൗഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലോക്കലിൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് രണ്ടും കിട്ടും ഇതിൽ. പിന്നെ വീഡിയോസ് ഒറ്റക്കുള്ളതുണ്ട്, ഫോട്ടോസ് ഒറ്റക്കുള്ളതുണ്ട്, ഓഡിയോസ് ഒറ്റക്കുള്ളതുണ്ട്, പിന്നെ ഡിവൈസ് ഫോൾഡറും ഉണ്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ചാനലിൻ്റെ ഒരു ഇൻട്രോയാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി ഇതിൽ ഈ ടൈറ്റിൽസ് എന്നുള്ളതിൽ പോയി നമുക്ക് ഓരോ ടൈറ്റിൽസ് ഇതിൽ വെക്കാവുന്നതാണ്. ഇങ്ങനെ എന്നിട്ട് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഈ ആപ്ലിക്കേഷൻ ചില ഫോണുകളിൽ സപ്പോർട്ടാകുന്നതല്ല. അത് എങ്ങനെ സപ്പോർട്ടാകുമെന്നുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതാണ്. കളറിൽ പോയി ഓരോരോ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് വേണ്ട കളർ ഏതാണെന്ന് ചൂസ് ചെയ്ത് അത് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ കളറാക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓരോ കളർ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്പീഡിൽ നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും കഴിയും. നമുക്ക് എത്ര മിനിറ്റ് ഈ ക്ലിപ്പ് വേണമെന്നുള്ളതും ഇതിൽ ചൂസ് ചെയ്യാം. പിന്നെ റേഞ്ച്, സ്പീഡ്, എത്ര സ്പീഡിൽ ഇത് പോകണമെന്നും ചൂസ് ചെയ്യാം. പിന്നെ ഓഡിയോ എന്നുള്ളതിൽ പോയി നമുക്ക് വീഡിയോൻ്റെ സൗണ്ട് കൂട്ടാനും കുറക്കാനും കഴിയും. ഈ ക്ലിപ്പ് വോളിയം എന്നുള്ളതിൽ പോയി ഇനി മ്യൂട്ട് ക്ലിപ്പ് എന്നുള്ളതിൽ പോയി അതിൽ നമുക്ക് ഈ ക്ലിപ്പിൻ്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യാനും കഴിയും. പിന്നെ ടൈപ്പ് മ്യൂസിക് എന്നുള്ളതിൽ പോയി നമുക്ക് ഓരോ മ്യൂസിക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഓട്ടോ വോളിയം നമുക്ക് ഓണാക്കിയിടണമെങ്കിൽ ഓണാക്കിയിടാം, ഓഫാക്കിയിടണമെങ്കിൽ ഓഫാക്കിയിടാം. അല്ലെങ്കിൽ ഇനി ഇത് റീസെറ്റ് ചെയ്യാം നമുക്ക്. പിന്നെ മ്യൂസിക് ഓഫാക്കിയിടാം, ഓണാക്കിയിടാം. പിന്നെ ട്രാൻസ്ഫോം എന്നുള്ളതിൽ പോയി നമുക്ക് ഇത് റൊട്ടേറ്റ് ചെയ്യാനും കഴിയും. റൊട്ടേറ്റ് ചെയ്യാനും പൊസിഷൻ ചേഞ്ച് ചെയ്യാനും എല്ലാം കഴിയും ഇതിൽ. പിന്നെ ഒപ്പാസിറ്റി കുറക്കാനും കൂട്ടാനും കഴിയും. ക്രോപ്പ് ചെയ്യാം നമുക്കിതിൽ. പിന്നെ എഡ്ജ് ഫെദർ ഉണ്ട് ഇതിൽ. ഒരു ഫെദർ ആയി നമുക്കിതിൽ എഡ്ജ് കിട്ടും. പിന്നെ ഈ സിസർ ചിഹ്നത്തിൽ നിൽക്കുക, അവിടെ കട്ടാകും. പിന്നെ ഈ പ്ലസ് എന്നുള്ളതിൽ നിൽക്കിയാൽ അത് ഡബിളാകും. ഇവിടെ ഡിലീറ്റ് എന്നുള്ളതിൽ നിൽക്കിയാൽ അത് പോകുകയും ചെയ്യും. പിന്നെ
ഈ രണ്ടാമത്തതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോന്ന് ലോക്കാക്കുകയും ചെയ്യാം, അത് ഓഫാക്കി ഇടുകയും ചെയ്യാം. ലോക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ അതിൽ പിന്നെ ഒന്നും കാട്ടാൻ പറ്റില്ല. പിന്നെ അത് ഓണാക്കിയാൽ സൗണ്ട് ഇല്ലാതെ നമുക്ക് വീഡിയോ ഇടാം. പിന്നെ അത് ഈ ഐൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാൻ കഴിയില്ല. പിന്നെ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയും. ഇനി ഇതിൽ സേവ് ചെയ്യാൻ ഈ ഷെയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ക്വാളിറ്റി സെറ്റിങ്സിൽ പോയി നമുക്ക് ഓരോ ഫ്രെയിം റേറ്റും എല്ലാം നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി എക്സ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ അത് റെൻഡിങ്ങിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അവിടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ബൈ.